നമസ്കാരം. വളരെ ശക്തമായ ചക്ര മെഡിറ്റേഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ അശോക് നാരായൺ. ചക്രകളെക്കുറിച്ചും ചക്രാധ്യാനത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്നവർക്ക്, പരിശീലനം സിദ്ധിച്ചവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗൈഡഡ് ചക്ര മെഡിറ്റേഷനാണ് ഇത്. അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചോ അറിയില്ല എങ്കിൽ, ശരിയായ വിധത്തിലുള്ള അറിവുകൾ ആർജിച്ചിട്ടില്ല എങ്കിൽ ദയവായി ഈ പരിശീലനം ചെയ്യേണ്ടതില്ല. കൃത്യവും ലളിതവും ഫലപ്രദവും ശാസ്ത്രീയവുമായ പരിശീലനം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന 7736298611 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഗുരുനാഥന്മാർക്കും പ്രപഞ്ചബോധത്തിനും നമ്മളിലെ സ്വയംബോധത്തിനും ഒപ്പമുള്ള ഉയർന്ന ബോധതലങ്ങൾക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് പരിപൂർണമായും പ്രവേശിക്കാം. നമുക്ക് ഇത് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇത് കേട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം സ്വയം ചെയ്യുക. അല്ലാത്ത പക്ഷം ഈ ശബ്ദത്തെ പിന്തുടർന്നുകൊണ്ട്, ഇതിലെ നിർദ്ദേശങ്ങളെ കേട്ടുകൊണ്ട് ഇതോടൊപ്പം തന്നെ ചെയ്യാം. വളരെ സുഖകരമായിട്ട് ഇരിക്കുക. പത്മാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ, ആരോഗ്യസ്ഥിതിയാണ് എങ്കിൽ പത്മാസനത്തിൽ തന്നെ ഇരിക്കാം. അതല്ലാത്ത പക്ഷം കസേരയിലോ സോഫയിലോ ബെഡിലോ സൗകര്യപ്രദമായിട്ട് ഇരിക്കാം. എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ശരിയായ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക. ലംബമായിട്ട് കൃത്യമായിട്ടിരിക്കുക. മൂർധാവ് മുതൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗം വരെ, നമ്മൾ ഈ ടൈൽ ബോൺ എന്നൊക്കെ പറയില്ലേ, ആ ഭാഗം വരെ ഒരേ വിധത്തിൽ വരണം, നേർരേഖയിൽ വരണം. ഫോൺ ഫ്ലൈറ്റ് മോഡിലാണ് എന്ന് ഉറപ്പുവരുത്തുക. ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ പറ്റും എങ്കിൽ അത് ഏറ്റവും ഫലപ്രദമായിരിക്കും. ശ്രീ പതഞ്ജലി മഹർഷിയാണ് ചക്ര മെഡിറ്റേഷൻ്റെ ഗുരുസ്ഥാനീയൻ. സ്ക്രീനിലെ അദ്ദേഹത്തിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് കാണുക. മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കാം. അനുഗ്രഹീതമായ ആ മഹത്ബോധത്തിൻ്റെ സാന്നിധ്യത്തിലെ, ആ മഹത്ബോധത്തിൻ്റെ അനുവാദത്തോടും പിന്തുണയോടും കൂടി നമുക്ക് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ധ്യാനം കൂടുതൽ ഫലപ്രദമാകാൻ ആദ്യം ഭ്രമരിയിലേക്ക് കടക്കാം. ഭ്രമരി ചെയ്യുന്ന സമയത്ത് ഹെഡ്ഫോൺ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം രണ്ട് കൈകളുടെയും പെരുവിരലുകൾ ഉപയോഗിച്ച് ചെവികൾ അടച്ചു പിടിക്കുക. ചൂണ്ടുവിരലും നടുവിരലും ഉപയോഗിച്ച് മൃദുവായിട്ട് കണ്ണുകൾ അടച്ചു പിടിക്കാം. ആവശ്യമെങ്കിൽ മോതിരവിരലും ചെറുവിരലും ഉപയോഗിച്ചിട്ട് ചുണ്ടുകളെ മേൽചുണ്ടും കീഴ്ചുണ്ടും തമ്മിൽ ചെറുതായിട്ടൊന്ന് അമർത്തി വെക്കാം. അപ്പോൾ നമ്മൾ ഭ്രമരിയിലേക്ക് പ്രവേശിക്കുകയാണ്.
ഇനി നമ്മൾ മൂലാധാര ചക്രയിലേക്കാണ് കടക്കുന്നത്. റൂട്ട് ചക്ര. ഭൂമിയിൽ നിന്ന് മനോഹരമായ വേരുകൾ വന്ന് നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതായി സങ്കല്പിക്കുക. നമുക്ക് അനുകൂലമല്ലാത്ത, നമുക്കുചിതമല്ലാത്ത ഏതൊരു ഊർജവും ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതായി സങ്കല്പിക്കുക. സ്വന്തം മനസ്സിനോട് ശാന്തമായി മനസ്സുകൊണ്ട് പറയുക, ഞാൻ വളരെയധികം സന്തോഷകരമായ അവസ്ഥയിലാണ്. ഞാൻ വളരെയധികം സന്തോഷകരമായ അവസ്ഥയിലാണ്. ധ്യാനാത്മകമായ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ആനന്ദം വളരെയധികം വർദ്ധിക്കും. ഇനി നട്ടെല്ലിന് ഏറ്റവും താഴെ ചുവന്ന നിറത്തിൽ മനോഹരമായി പ്രകാശിക്കുന്ന ഒരു ഊർജഗോളം കറങ്ങുന്നതായി സങ്കല്പിക്കുക. മൂലാധാര ചക്രയുടെ മന്ത്രം ലം ആണ്. 7 തവണ നമ്മൾ ആ മന്ത്രം ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങുകയാണ്. ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ വൈബ്രേഷൻ മൂലാധാര ചക്രയിൽ പ്രതിഫലിക്കുന്ന വിധത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്യുക. ഒപ്പം ചുവന്ന നിറത്തിലുള്ള ഈ പ്രകാശം കൂടുതൽ
ചൈതന്യപൂർണമാകുന്നത് മനസ്സുകൊണ്ട്. സങ്കല്പിക്കുക, അനുഭവിച്ച് അറിയുക. മനസ്സ് കൂടുതൽ ശാന്തമാവുന്നത് അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് സ്വാധിഷ്ഠാന ചക്രയിലേക്ക്, സോക്രൽ ചക്രയിലേക്ക് പ്രവേശിക്കുക. ശ്രദ്ധ പൊക്കിളിന് ഏകദേശം 2 ഇഞ്ച് താഴെ, അതായത് അടിവയറിലേക്ക് കൊണ്ടുപോകുക. ആ ഭാഗത്ത് വളരെ മനോഹരമായ ഓറഞ്ച് നിറത്തിലുള്ള ഒരു പ്രകാശം, ഒരു ഊർജം, ഒരു നീർച്ചുഴി പോലെ കറങ്ങുന്നത് സങ്കല്പിക്കുക. സ്വന്തം മനസ്സിനോട് സ്നേഹപൂർവം മന്ത്രിക്കുക. ഞാൻ ജീവിതത്തിലെ മാറ്റങ്ങളെ സ്നേഹപൂർവം സ്വീകരിക്കുന്നു. എൻ്റെ ഉള്ളിലെ സർഗാത്മകത ഉണർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സ് സന്തോഷകരമായി കൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സ് സന്തോഷകരമായി കൊണ്ടേയിരിക്കുന്നു. മനോഹരമായ ഒരു പുഴയിലെ വെള്ളം സാവധാനം ഒഴുകുന്നത് പോലെ വളരെ ശാന്തമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്
സങ്കല്പിക്കുക. സ്വാധിഷ്ഠാന ചക്രയുടെ മന്ത്രം വം ആണ്. 7 പ്രാവശ്യം നമ്മൾ മന്ത്രജപം നടത്തുകയാണ്. വം വം മനസ്സ് കൂടുതൽ ശാന്തമാകുന്നത് അനുഭവിച്ച് അറിയുക. ഇനി മണിപൂര ചക്രയിലേക്ക് നീങ്ങുകയാണ്. ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. പൊക്കിളിന് അല്പം മുകളിലായി മഞ്ഞ നിറത്തിൽ മനോഹരമായ ഒരു കുഞ്ഞു സൂര്യൻ ജ്വലിക്കുന്നതായി. ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലുടനീളം വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. മനസ്സിനോട് ശാന്തമായി എന്നാൽ ശക്തമായി പറയുക, എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കിക്കൊണ്ട് മന്ത്രജപത്തിലേക്ക് പ്രവേശിക്കാം. മണിപൂര ചക്രയുടെ മന്ത്രം റാം ആണ്.
7 പ്രാവശ്യം മന്ത്രത്തെ നമുക്ക് ഉച്ചരിക്കാം. മനസ്സിൻ്റെ ശാന്തതയെ, സമാധാനത്തെ, പ്രകാശത്തെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് അനാഹത ചക്രാധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഹൃദയത്തിൻ്റെ മധ്യഭാഗത്തായി ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. മനോഹരമായ പച്ച നിറത്തിലുള്ള തിളങ്ങുന്ന ഒരു പ്രകാശഗോളത്തെ സങ്കല്പിക്കുക. മനസ്സിനോട് വളരെ സ്നേഹപൂർവം പറയുക, എന്നിലെ സ്നേഹം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിലെ സ്നേഹം വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. യം ആണ് അനാഹത ചക്രയുടെ മൂലമന്ത്രം. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഹൃദയത്തിൻ്റെ ഭാഗത്ത് ആ ശബ്ദത്തിൻ്റെ പ്രകമ്പനം അനുഭവിക്കാം. യം യം.
അത്രമാത്രം ശാന്തതയെ, സമാധാനത്തെ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിശുദ്ധി ചക്രയിലേക്ക് പ്രവേശിക്കാം. പൂർണ്ണമായ ശ്രദ്ധ തൊണ്ടയുടെ ആ കുഴിയിൽ കേന്ദ്രീകരിക്കുക. വളരെ മനോഹരമായ, വളരെ തിളക്കമുള്ള ഒരു പ്രകാശഗോളം തൊണ്ടയുടെ മധ്യഭാഗത്ത് സങ്കല്പിക്കുക. വിശുദ്ധി ചക്രയുടെ മൂലമന്ത്രം ഹം എന്നുള്ളതാണ്. നമ്മൾ ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ആ പ്രകാശം കൂടുതൽ തിളക്കമുള്ളതാകുന്നത് തൊണ്ടയിലെ ശബ്ദത്തിലെ എല്ലാ തടസ്സങ്ങളും ആ നീലപ്രകാശത്തിൽ പൂർണ്ണമായും അലിഞ്ഞു പോകുന്നത് സങ്കല്പിക്കണം. ഇനി നമുക്ക് മന്ത്രജപത്തിലേക്ക് പ്രവേശിക്കാം. ഹം
ഇപ്പോൾ മനോഹരമായ ആ നീലപ്രകാശം തൊണ്ടയിൽ നിന്ന് ആരംഭിച്ച് കഴുത്തിലേക്ക്, തോളുകളിലേക്ക്, മുഖത്തേക്ക് പടരുന്നതായി അനുഭവിക്കുക. ഇത് നിങ്ങളുടെ ആശയവിനിമയ ശേഷിയെ പൂർണ്ണമായും ശുദ്ധീകരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഇനി മനസ്സിനോട് ശാന്തമായി വൈകാരിക ഭാവത്തോടുകൂടി പറയുക, എൻ്റെ വാക്കുകളുടെ ശക്തിയും സൗന്ദര്യവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വാക്കുകളുടെ ശക്തിയും സൗന്ദര്യവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മൾ ആജ്ഞാചക്രയിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർണ്ണമായ ശ്രദ്ധ രണ്ട് പുരികങ്ങൾക്ക് മധ്യത്തിലുള്ള ഭാഗത്തേക്ക്, അതായത് ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടഞ്ഞ അവസ്ഥയിൽ തന്നെ കൃഷ്ണമണികൾ നേരിയ തോതിൽ മുകളിലേക്ക്, അതായത് ഭ്രൂമധ്യത്തിലേക്ക് നോക്കുന്നതായി സങ്കൽപ്പിക്കുക. അതിന് ഒരുപാട് ആയാസപ്പെടുകയെന്ന് വേണ്ട, വളരെ സമാധാനത്തില് ലഘുവായിട്ട് മാത്രം. ഇനി പുരികങ്ങൾക്ക് നടുവിലായി, അതായത് ഭ്രൂമധ്യത്തില് വളരെ മനോഹരമായ ഇൻഡിഗോ നിറത്തിലുള്ള ഒരു പ്രകാശഗോളം. ഇൻഡിഗോ എന്ന് പറയുമ്പോൾ കടും നീലയും വയലറ്റും സമന്വയിച്ചിരിക്കുന്ന ഒരു നിറം. ഇൻഡിഗോ നിറത്തിലുള്ള ഒരു പ്രകാശഗോളം മനോഹരമായിട്ട് ഉദിച്ചു നിൽക്കുന്നത് സങ്കൽപ്പിക്കാം. ആ പ്രകാശം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഉൾഭാഗത്തേക്ക്, പ്രത്യേകിച്ച് പിനയൽ ഗ്രന്ഥിയുടെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നത് മനസ്സിൽ കാണാം. ആജ്ഞാചക്രയുടെ മൂലമന്ത്രം ഓം എന്നതാണ്. ഈ ബീജമന്ത്രം ഉച്ചരിക്കുന്ന സമയത്ത് ആ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ, വൈബ്രേഷൻസ് ഈ നെറ്റിത്തടത്തിലെ ആജ്ഞാചക്രയുടെ ഭാഗത്ത് കൃത്യമായിട്ട് പ്രകമ്പനം കൊള്ളുന്നത് അനുഭവിക്കണം. ഈ മന്ത്രജപം 7 മുതൽ 21 പ്രാവശ്യം വരെ, ആവശ്യമെങ്കിൽ അതിൽ കൂടുതൽ ആവർത്തിക്കാം. ഓ
മന്ത്രത്തിൻ്റെ ഉച്ചാരണം പൂർത്തിയാക്കിയ ശേഷം സമ്പൂർണമായ നിശബ്ദതയിൽ തുടരുക. ഈ സമയത്ത് മനോഹരമായ ആ ഇൻഡിഗോ പ്രകാശത്തോളം അല്ലെങ്കിൽ ആ വയലറ്റ് പ്രകാശം നിങ്ങളുടെ മുന്നിൽ ഒരു തിരശ്ശീല പോലെ തെളിഞ്ഞു വരുന്നത് സങ്കല്പിക്കുക. ഈ തിരശ്ശീലയിൽ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ കൃത്യമായി തെളിയുന്നത്, കൃത്യമായി നടക്കുന്നത്, അതിൻ്റെ എല്ലാ തീവ്രതകളോടും കൂടി, അതിൻ്റെ വർണ്ണങ്ങളോടും ശബ്ദങ്ങളോടും ഗന്ധങ്ങളോടും സ്പർശനങ്ങളോടും കൂടി മനസ്സുകൊണ്ട് കാണുക, അനുഭവിച്ച് അറിയുക. ഇനി നമ്മൾ സഹസ്രാര ചക്രയിലേക്ക് പ്രവേശിക്കുക. ശിരസിന് മുകളിൽ മൂർധാവിലായി 1000 ഇതളുകളുള്ള ഒരു താമര, സഹസ്രദളങ്ങളുള്ള ഒരു താമര മനോഹരമായി വിടരുന്നത് സങ്കല്പിക്കുക. ആ താമര ഇതളുകളിലൂടെ പ്രപഞ്ചത്തിൽ നിന്നുള്ള അതിശക്തമായ സുഖകരമായ ആ പ്രാപഞ്ചിക ഊർജം ഒരു വെളുത്ത പ്രകാശമായി അല്ലെങ്കിൽ മനോഹരമായ വയലറ്റ് പ്രകാശമായി മൂർധാവിലേക്ക് ഒരു ജലധാര പോലെ ഒഴുകിയിറങ്ങുന്നത് മനസ്സിൽ കാണുക, അനുഭവിച്ച് അറിയുക. സഹസ്രാര ചക്രയുടെ ധ്യാനമന്ത്രം നിശബ്ദമായ ഓംകാരം തന്നെയാണ്. അതായത് ആജ്ഞാചക്രയിലെ നമ്മൾ ആവർത്തിച്ച ഓംകാരധ്വനികളുടെ നിശബ്ദമായ പ്രതിഫലനം. അതാണ് സഹസ്രാരയിലെ
പറയേണ്ടത്. ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ പരിപൂർണമായ നിശബ്ദതയിലെ ആ ഓംകാരധ്വനികളുടെ പ്രതിഫലനത്തെ മനസ്സുകൊണ്ടറിയുക, ഉൾക്കൊള്ളുക. നിങ്ങളുടേതായ സമയമെടുത്ത് അത് അവസാനിപ്പിക്കുക. ആ സമയത്ത് നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും പ്രപഞ്ചം സ്വീകരിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഉള്ളിൽ നന്ദി പറയുക. അതിനുശേഷം സാവധാനം കൈകൾ തമ്മിൽ കൂട്ടിത്തിരിഞ്ഞ ശേഷം കണ്ണുകളിലേക്ക് വയ്ക്കുന്നു. ആ ഊഷ്മളമായ ചൂടിനെ ഉൾക്കൊണ്ടുകൊണ്ട് സാവധാനം കണ്ണുകൾ തുറക്കണം. എന്നിട്ട് ബോധതലത്തിലേക്ക് മടങ്ങിയെത്താം. എല്ലാത്തിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കണം. നിങ്ങളുടേതായ സമയമെടുക്കാം. ആ പ്രാപഞ്ചിക ഊർജത്തെ ഇപ്പോൾ മുതൽ പൂർണ്ണമായും സ്വീകരിക്കുക. നിശബ്ദമായ ഓംകാര ജപം സഹസ്രാരിയിൽ